ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് പേട ഉണ്ടാക്കുന്നതെന്നാണ്. അതിനായിട്ട് വെറും 3 ഇൻഗ്രീഡിയൻറ്റ് മതി. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ കടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയുള്ള പേട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ഒരു പാത്രം അടുപ്പ് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇതൊരു ചെറിയ തിള വരുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങാറാകുമ്പോൾ നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. പഞ്ചസാര മെൽറ്റ് ആകുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാര മുഴുവനും മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ 2 കപ്പ് പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഇത് കുറുകാൻ തുടങ്ങുമ്പം ഇതിലേക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഓപ്ഷണലാണ്, നിർബന്ധമില്ല ചേർക്കണമെന്ന്. ആവശ്യമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതോടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്തിട്ടില്ല. ഇതിപ്പോൾ ഏകദേശം നല്ല ടൈറ്റായിട്ടുണ്ട്. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ പരുവത്തിന് ആയിട്ടുണ്ട്. അതേ രീതിയിലുള്ള ടൈറ്റായിട്ടുണ്ട്. ഇനി നമ്മളിത് വാങ്ങി വെക്കുക. ഇനി ഇതൊരു പാത്രത്തിലേക്ക് വെച്ച് ആ പാത്രത്തിനകത്ത് എണ്ണയോ നെയ്യോ തടവിയതിന് ശേഷം വേണം ഇത് വെക്കാൻ. അത് വെച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കുക. ഒരു ചെറിയ ചൂടോട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. എന്നിട്ടിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. ഇത് തണുത്തതിന് ശേഷം ചൂടൊക്കെ മാറി തണുത്തതിന് ശേഷം ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഞാനിതിപ്പം ഒരു അടപ്പ് കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പേര ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വളരെ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റോടു കൂടി തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ വേറൊരു പുതിയ വിഭവമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.